നമസ്കാരം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും ആറ്റുകാൽ പൊങ്കാല ഗംഭീരമായി തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ പൊങ്കാല സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീ കൊളുത്തിക്കഴിഞ്ഞു. എല്ലാവരും ഇവിടെ ഇതിപ്പോൾ ഉള്ളത് കവടിയാറാണ്. കവടിയാറ് ഏകദേശം റോഡ് നിറയെ ആളുകളാണ്. എല്ലാവരും അവരുടെ സ്ഥലത്ത് പൊങ്കാലയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം. ആദ്യമായിട്ടല്ല, വർഷങ്ങളായിട്ട് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലിടുന്ന സ്ഥിരം ഇടാറുണ്ട്. എൻ്റെ അമ്മ തൊട്ട് മുതലാണ്, അമ്മയാണ് എന്നെ ആദ്യമായിട്ട് ആറ്റുകാൽ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പൊങ്കാലിട്ട് തുടങ്ങിപ്പിച്ചത്. ഞാനിതുവരെ നിർത്തിയിട്ടില്ല. എല്ലാ വർഷവും അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലർപ്പിക്കാറുണ്ട്. എത്ര വർഷമായി കാണും? എനിക്ക് തോന്നുന്നൊരു 28-29 വർഷം കൂടുതലാകും. പൊങ്കാല മാത്രമല്ല, തിരളി ഉണ്ടാക്കും, മണ്ടപ്പുറ്റുണ്ടാക്കും. അങ്ങനെയായിട്ട് ഉള്ള ദേവിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം തന്നെ മുന്നിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊങ്കാല എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡൻ്റ് എന്തെങ്കിലും ഉണ്ടോ? ഈ 28 വർഷമായിട്ട് പൊങ്കാല ഇടുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാനുള്ളൊരു കഥകളൊക്കെ ഉണ്ടാവുമല്ലോ. കഥകളെന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവമുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദേവിയിൽ കൂടി നമ്മൾ ഈ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. അതിപ്പോൾ എത്ര പറഞ്ഞാലും എല്ലാ ഭാഗ്യങ്ങൾക്കും ദേവി തന്നെയാണ് കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആഗ്രഹിക്കുന്ന എന്തും അമ്മ തരും, ആറ്റുകാലമ്മ തരും എന്നൊരു ഉറപ്പാണ്. ആ ഒരു വിശ്വാസം തന്നെയാണ് വീണ്ടും കൂടുതൽ മേലോട്ട് അടുക്കുന്നതും. ഉത്സവം തൊട്ട് മുതൽ തന്നെ വ്രതമാണ്. ആ വ്രതമെല്ലാം എടുത്ത് വളരെ ഭക്തിയോടുകൂടിയും സ്നേഹവുമാണ് അമ്മയോട്, ആറ്റുകാലമ്മ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അതുമാത്രമല്ല, ഏഷ്യയിൽ തന്നെ ഇത്രയും സ്ത്രീജനങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്നതും ഈ ഒരു ദേവിയുടെ ആയിട്ടുള്ള ആ ഒരു പുണ്യ ദിവസത്തിൽ മാത്രമാണല്ലോ. മറ്റു ദിവസങ്ങളിലൊന്നും നമുക്കിങ്ങനെ ഒരു ഇത് കാണാൻ സാധിക്കത്തില്ലല്ലോ, ഇത്രയും സ്ത്രീജനങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് മാത്രമല്ല, ഗവൺമെൻറ് ആണെങ്കിലും അത്രയും ഒരു ത്യാഗം അവരും എടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഉത്സവം, ആറ്റുകാലമ്മയുടെ ഉത്സവം ഭക്തിപൂർവ്വം ആനന്ദപൂർവ്വം ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകുന്നു. എവിടെ വീട്? എൻ്റെ വീട് ഇവിടെ ജവഹർലാലാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. 28 വർഷത്തെ പൊങ്കാല ഇടലാണല്ലേ? 28 വർഷം കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി, 28 കൂടുതലാകത്തേ ഉള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മ കൊണ്ടുവന്നതായിരുന്നു ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലിടാനായിട്ട്. അത് ഇതുവരെ മുടങ്ങാതെ കോവിഡ് ടൈമിൽ ഞാൻ വീട്ടിൽ വെച്ചാണ് ഇട്ടത്. അപ്പോൾ മാക്സിമം എല്ലാ സമയങ്ങളിലും പുറത്തായിരുന്നപ്പോഴും ഞാൻ പുറത്ത് ഇതേ സമയത്ത് ഇതേ ടൈമിൽ അവിടെ ഞാൻ വെച്ച് ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ന്യൂസിലൻഡിലായിരുന്നു. അപ്പോഴും ഇത് തന്നെയായിരുന്നു ഞാൻ പാലിച്ചു പോകുന്നത്. അപ്പം അത്രയ്ക്ക് സ്നേഹവും ഭക്തിയോടും തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുമ്പം അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് നമ്മുടെയൊക്കെ ഒരു അനുഭവം തന്നെയാണ്. നമുക്ക് കിട്ടുന്നൊരു അനുഭവം വീണ്ടും നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കും. എടുക്കാൻ പറ്റുന്ന ഒരു പൊങ്കാല ഓർമ്മ എന്താണ്? ഓർമ്മയില്ല, കുഞ്ഞിലെ മുതലേ ഇടാറുണ്ട്. എത്ര വർഷത്തോളായി? 20 വർഷത്തിൽ കൂടുതലായി. പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആഗ്രഹം സഫലീകരിക്കുമെന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ആഗ്രഹം സാധ്യതയുണ്ടോ? മോന് ജോലിയായി അങ്ങനെയൊക്കെ. എവിടെ വീട്? ഇവിടെയാണ്. കവടിയാറാണ്. ഓർമ്മയെ കുറിച്ച് പറയാമോ?
അല്ല, ഞാൻ ഒരു 12 വർഷം കൊണ്ട് പൊങ്കാല ഇവിടെ തുടർച്ചയായിട്ട് വരികയാണ്. ഇതുവരെയ്ക്ക് ഒരു മുടക്കം വന്നിട്ടില്ല. ഞങ്ങൾ ഒരു 15 പേര് ഒത്തുകൂടിയാണ് വരുന്നത്. അവരെല്ലാവരും ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാ വർഷവും നെടുമങ്ങാട്. ആ, എന്താണ് ഇപ്പം പൊങ്കാല എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നൊക്കെ നമ്മളെ മനസ്സിൻ്റെ സന്തോഷവും ഞങ്ങളെ വിശ്വാസവും നമുക്ക് നന്മ വരണം, നമ്മളെ കുടുംബത്തിന് നന്മ വരണം, നമ്മൾ ആഗ്രഹിച്ച മക്കൾക്ക് വേണ്ടി ഇതൊക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ വരുന്നത്. ഐശ്വര്യങ്ങൾ ഇതാണ് നമ്മൾ പറയാനുള്ളത്. നമ്മൾ എല്ലാ വർഷവും ആറ്റാർ പൊങ്കാലയ്ക്ക് നമ്മളൊരു വണ്ടി നമുക്കവിടെ ഫ്രീ ആയിട്ടുണ്ട്. ആ വണ്ടി നമ്മൾ 10-18 പേര് ചേർന്നാണ് വരുന്നത്. മക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും വിചാരിച്ച് കാര്യങ്ങൾ ആറ്റുകാലമ്മയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്കാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരവരുടെ വസ്ത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ആളുകൾ അതിന് പങ്കെടുക്കുന്ന അവരവരുടെ വസ്ത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ പകർന്ന ജനങ്ങൾ ഇറങ്ങിയാണ്. എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുടെ പൊങ്കാല ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പം കേരള ചീഫ് സെക്രട്ടറി ശാരദ മാം കൂടെയുണ്ട്. മാം, ആദ്യമായിട്ടാണോ പൊങ്കാലയ്ക്ക് എത്തുന്നത്? അല്ല, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊങ്കാല ധാരാളം കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചീഫ് സെക്രട്ടറി വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ എല്ലാവരും സ്ഥലം പിടിക്കുന്നതും ഒരു കൗതുകമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ട് വേണുൻ്റെ ചിറ്റ തലവടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടി ഒന്നൊരുമിച്ച് കൂടുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കാം. പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാല വീട്ടിൽ ഇടുന്നുണ്ട്, ഞാനിടുന്നില്ല. എന്താണ്, ആരൊക്കെയുണ്ട് കൂടെ? ഇവിടെ ഞങ്ങളുടെ ഇപ്പോൾ വീട്ടിലെ ചേച്ചിയുണ്ട്, ഇപ്പോൾ ഇതെൻ്റെ ചിറ്റയാണ്, വേണു സാറിൻ്റെ ചിറ്റയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഇപ്പോൾ ഒന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു അന്തരീക്ഷമാണ്. സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ ഈ വനിതാ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ജില്ലയിൽ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് സ്ത്രീകൾ പബ്ലിക് സ്പേസിനെ കൈയടക്കുക എന്നുള്ളതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു എല്ലാ വർഷവും ആനുവലായിട്ട് വരുന്ന അതിൻ്റെ ഒരു പരിവേഷം കാണുന്നത് വളരെ സന്തോഷം. ചീഫ് സെക്രട്ടറി ആയിട്ട് അധികാരത്തിലെത്തുമ്പോൾ ഫസ്റ്റ് പൊങ്കാല കൂടെയാണല്ലോ, അതിൻ്റെ ഒരു ഫസ്റ്റും ലാസ്റ്റും.
വീട്ടിൽ നിന്നൊക്കെ എന്താണ് അവരൊക്കെ ഒരു പ്രതികരണം നടത്തുന്നത്? ഇപ്പം മാം ഇവിടെ ഈ ഒരു മാമിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ള ഒരു സമയമാണല്ലോ. അത് കുഴപ്പമില്ല. ഞങ്ങൾ ആക്ച്വലി പല സ്ഥലങ്ങളായിട്ട് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെയൊക്കെയാണ് എല്ലാവരും കൂടെ കൂടി. ഇപ്പം പൊങ്കാലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഗൈൻ ഇപ്പം ഞാനിവിടെ നിന്ന് നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ വിതുരയിൽ നിന്നുള്ളവരുണ്ട്, പാലോട് നിന്നുള്ളതുണ്ട്, നെടുമങ്ങാട് നിന്നുള്ളതുണ്ട്, ബാക്കിൽ നികുതി അപ്പാർട്ട്മെൻറ്റ്സ് നിന്നുള്ളവരുണ്ട്. അപ്പം പലയിടത്തു നിന്നുള്ള സ്ത്രീകൾ ഒരുമിക്കുന്ന ഒരു അനുഭവം, അത് പ്രത്യേക അനുഭവം തന്നെ. നമ്മൾ ചേർത്തലേന്ന് വന്നു ആ കുഞ്ഞു പൊങ്കാലയ്ക്ക് അവയും കൊണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പൊങ്കാല നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ചേർത്തലേന്നാണ് ഞങ്ങൾ വരുന്നത്. കുഞ്ഞിന്റെ ആദ്യത്തെ ആദ്യത്തെ പൊങ്കാലയും കൂടെയാണ്. എത്ര വർഷമായി കാണാം? ഞങ്ങളിവിടെ എൻ്റെ സ്ഥലം ഇവിടെ കിളിമാനൂരാണ്. പിന്നെ മോളായിട്ട് ചേർത്തലേന്ന്. അതൊക്കെ ഉരിയെടുത്തോണ്ട് പോയി ചേർത്തലേന്നാണ് ഒരു ഇതായിട്ട് വന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ബന്ധു ഇവിടെ വട്ടിയൂർക്കാവിൽ താമസിക്കുന്നു. അങ്ങനെ അവിടെ ഇപ്പോൾ ഒരാഴ്ചൻ്റെ അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് വരുന്നത്. എന്താണ് പൊങ്കാലയെ കുറിച്ച് ഒരു ഓർമ്മ പറയാനുണ്ട്? ഓർമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 7-8 വയസ്സ് കൊണ്ട് നമ്മളിവിടെ പൊങ്കാലാക്കി ഞാൻ വരുന്നുണ്ട്. കിളിമാനൂരിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഒരു വിശ്വാസവുമാണ്. എല്ലാ വർഷവും നമുക്ക് വരാൻ വെക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുട്ടികളെയും കൊണ്ട്. പൊങ്കാല വിശേഷങ്ങളെ കുറിച്ച് പറയാൻ? എൻ്റെ പേര് അഞ്ജു. ഞാൻ അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. ഞാനൊരു 20-25 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും അമ്മയെ പോയി കാണാനും ഭംഗിയായി പൊങ്കാല ഇടാനും സാധിക്കുന്നുണ്ട്. ഈ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ പൊങ്കാല എന്നൊക്കെ പറയുമ്പം സാധിച്ച എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട്. ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അമ്മ അങ്ങനെ നടത്തി തരാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഓർമ്മ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? കോളേജ് പഠിക്കുന്ന സമയം തൊട്ടേ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷ സമയത്തെല്ലാം വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ പൊങ്കാല ഇട്ട് തുടങ്ങി. പിന്നെ നമുക്ക് നല്ല ജീവിതം കിട്ടാനും എന്തെങ്കിലുമൊക്കെ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം അമ്മ മാറ്റി തരാറുണ്ട്. പേടിക്കുന്ന മുതൽ ഫ്രണ്ട്സാണ്. ഞങ്ങൾ NSS-ലാണ് അവിടെ നിന്ന് പിന്നെ അമ്പലത്തിൽ പോകുന്നതും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. ഒരാളും കൂടെ ഉണ്ട്, അയാളെ പേരൂടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത്? മിക്കവാറും എല്ലാം പറ്റുന്ന സമയങ്ങളെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ പൊങ്കാലയായിട്ടുള്ള ഓർമ്മ, സുഹൃത്ത് ബന്ധം. അതെ.